കോഴിക്കോട് ചേവായൂരിൽ ആത്മഹത്യ ചെയ്യാനിറങ്ങിയ യുവതിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന പോലീസിന്റെ ഒരു കഥ കൂടിയുണ്ട്. നമ്മൾ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കുന്ന പോലീസിനെ കുറിച്ച് മാത്രമല്ല, തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പോലീസിനെ കുറിച്ച് കൂടി കേൾക്കണം. യുവതി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് തനിക്ക് മെസ്സേജ് അയച്ചതായി ഒരു സുഹൃത്ത് പോലീസിനെ അറിയിച്ചു. പെട്ടെന്ന് സൈബർ പോലീസ് ആക്റ്റീവായി സൈബർ സെല്ലിന്റെ സഹായത്തോടെ ചേവായൂർ പോലീസ് യുവതിയുടെ വീട് കണ്ടുപിടിച്ചു. പിന്നാലെ യുവതിയുമായി സംസാരിച്ച് ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. അഭിജിത്ത്, പോലീസിലെ ഇടിവീരന്മാരെ കുറിച്ച് പറയുമ്പോൾ അതല്ലാതെ മാന്യതയുള്ളവരും ജീവിതത്തിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന മനുഷ്യപ്പറ്റുള്ളവരും പോലീസിലുണ്ട് എന്നുള്ളത് കൂടി പ്രേക്ഷകർ അറിയട്ടെ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പോലീസിന്റെ സമയോചിത ഇടപെടൽ കൊണ്ടൊരു ജീവൻ നമുക്ക് തിരിച്ചുപിടിക്കാൻ സാധിച്ചുവല്ലേ? തീർച്ചയായും അരുൺകുമാർ, ചേവായൂർ പോലീസിന്റെ കൃത്യമായ ഇടപെടലാണ് ഒരു 24 വയസ്സുകാരിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഇന്നലെ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചേവായൂർ പോലീസിലേക്ക് ഇന്നലെ പുലർച്ചെ 12:30 മണി സമയത്ത് ഒരു യുവതി വിളിക്കുകയാണ്. തൻ്റെ സുഹൃത്ത് ആത്മഹത്യക്ക് തയ്യാറായി നിൽക്കുകയാണ്, തനിക്ക് അങ്ങനെ ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്, പക്ഷേ അവരുടെ വീട് എവിടെയാണ് എന്ന് തനിക്കറിയില്ല. ഏകദേശം ഒരു സ്ഥലം, ചേവായൂർ സ്റ്റേഷൻ പരിധിയിൽ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് ഈ യുവതി. അതിനടുത്താണ്. ഈ നമ്പറും പോലീസിന് കൈമാറി. അങ്ങനെ പോലീസ് ആ സമയത്ത് GD ചാർജ് ഉണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജേഷ്, പട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ സ്ത്രീയുടെ നമ്പർ കൈമാറി. അങ്ങനെ പോലീസ് സൈബർ സെല്ലിന് ഈ നമ്പർ കൈമാറുന്നു. ഈ യുവതിയുടെ വീട് എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ പോലീസ് അവിടേക്ക് എത്തുകയാണ്. ആ സമയത്ത് വീട്ടുകാരെ വിളിച്ചുണർത്തുന്നു. ഇങ്ങനെ യുവതി ആത്മഹത്യക്ക് തയ്യാറായി നിൽക്കുകയാണ്, സംസാരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഈ യുവതിയുമായി പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ച് ആത്മഹത്യക്ക് തയ്യാറായി നിൽക്കുന്ന യുവതിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. അവർക്ക് പേഴ്സണലായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവരങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ പോലീസ് അവരുമായി സംസാരിച്ചു. ആത്മഹത്യ അല്ല, ഒന്നിനും ഒരു പരിഹാരം എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നു. അങ്ങനെ പെൺകുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് SI സജീവ് കുമാർ, ഒപ്പം തന്നെ സിവിൽ പോലീസ് ഓഫീസറായ വിജിനേഷ്. ഈ 2 ചേവായൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഈ സമയത്ത് ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. അവർ ഈ യുവതിയുമായി സംസാരിക്കുകയും യുവതിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ഒപ്പം തന്നെ കുടുംബത്തിന് ഈ പെൺകുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അരുൺകുമാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരുപാട് നെഗറ്റീവ് വാർത്തകൾ വരുമ്പോഴും അതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു. ആ പോലീസിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. യുവതിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന പോലീസ് നല്ല കാര്യം ചെയ്താൽ അതും പറയണമല്ലോ. നമ്മൾ നല്ല കാര്യങ്ങളാണ് പലതും ചെയ്യുന്നത്, കൂടുതലും ചെയ്യുന്നത്. നമുക്ക് വേണ്ടി അവരൊരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അതിനിടയിലും ചില പുഴുക്കുത്തുകളുണ്ട്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ കാവാല കുറ്റുമുളക്കെ അടിക്കുക, കുനിച്ചു നിർത്തി കൂമ്പിരിട്ടിടിക്കുക, ഇതൊക്കെയാണ് പുതിയ കലാപരിപാടി.